ശ്രീനിയേട്ടൻ മാത്രല്ല നമ്മളോടൊപ്പം വിമല ചേച്ചിയും ജോയിൻ ചെയ്തിരിക്കുകയാണ്. സാധാരണ ഇന്റർവ്യൂ ഒക്കെ കാണുമ്പോഴോ അല്ലെങ്കിൽ സ്പീച്ചിലൊക്കെ കാണുമ്പോൾ ശ്രീനിയേട്ടനായിരിക്കും ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്. പക്ഷെ ഇന്ന് എനിക്ക് വിമല ചേച്ചിയുടെ കയ്യിൽ നിന്നുമാണ് കാര്യങ്ങൾ കേൾക്കുന്നത് എന്ന് പറയുന്നു. നന്നായിട്ട് സംസാരിക്കും. എക്സ്ക്യൂസ് മീ, ഞാൻ കുറച്ചു നേരം ഒന്ന് വിമല ചേച്ചി അടുത്ത് സംസാരിച്ചോട്ടെ? പെർമിഷൻ ഗ്യാരണ്ടി. ഓക്കെ, ചേട്ടൻ തന്നെ പറഞ്ഞു. അതെ, അനുഭവിച്ചോ? അല്ല, വീട്ടില് ഭയങ്കര വർത്താനം പറയുന്ന കൂട്ടത്തിലാണോ വിമല ചേച്ചി, അതോ ഭയങ്കര സൈലന്റ് ആണോ? സത്യം പറയാൻ എനിക്ക് ധൈര്യമില്ല. സത്യം പറയാനുള്ള ധൈര്യമില്ല. അതെ, കാരണം ഇത് ചോദിക്കാൻ കാരണം എന്താ അറിയോ, ഇവരുടെ കല്യാണത്തിന്റെ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. കല്യാണം കഴിച്ച സമയത്ത്, അതായത് കല്യാണം കഴിക്കാൻ വേണ്ടി നമ്മുടെ സ്വന്തം മമ്മൂക്കയാണ് പൈസ നൽകിയെന്നുള്ള ഒരു കഥ കേട്ടിട്ടുണ്ട്. അതിലെന്തെങ്കിലും വാസ്തവം ഉണ്ടോന്നാണ് എനിക്ക് അറിയേണ്ടത്. ഉണ്ടോ? എന്നോട് അങ്ങനെയാ പറഞ്ഞത്. ആണ്, എന്താ പറഞ്ഞ കഥ എന്തായിരുന്നു? എന്നോട് ഇതിനേട്ടൻ പറഞ്ഞത്, ഒരു താലി വാങ്ങിക്കൊണ്ടുവന്നപ്പോ പൈസ എവിടുന്നാന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞത്, മമ്മൂക്കന്റെ പടം അന്ന് കണ്ണൂർ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, അപ്പോ മമ്മൂട്ടി തന്നതാന്നാ എന്നോട് പറഞ്ഞത്. അത് ഉള്ളതാണോ? ഉള്ളതാണോ ശ്രീനേട്ടാ? അതെ. പക്ഷെ മമ്മൂട്ടിനോട് വരണ്ടെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു, അതാണ് ഞാൻ ചോദിക്കേണ്ടത്. പക്ഷെ ഈ ഇങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ മമ്മൂക്കനോട് അങ്ങോട്ടേക്ക് വരണ്ടെന്നും പറഞ്ഞു എന്ന് കേട്ടു. അതിന് അങ്ങനെ പറയാൻ കാരണം? അവിടെ ആള് കൂടിയാല് ഒരുപാട് ആൾക്കാർ എന്നെ കാണും. കല്യാണം കലങ്ങും. കല്യാണം കലങ്ങും. ചേട്ടൻ ആരും ശ്രദ്ധിക്കാതാവും. അതുകൊണ്ട് ദയവ് ചെയ്ത് വരരുത്. അതെ അതെ, ആളുകൾക്ക് അറിയാം. എന്നെ അന്ന് ആളുകൾ അറിയും. ശരി, അതല്ല, കല്യാണത്തിലാണല്ലോ നമ്മളെല്ലാം റിയൽ ഹീറോസ്. അവിടെ വേറെ ഹീറോ വേണ്ട. അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, പിന്നെ ഞാൻ വരണ്ടേ? മമ്മൂക്കയുടെ അവസ്ഥ മമ്മൂ ചോദിക്കാൻ ഞാൻ വരണ്ടേ? വേണോ പ്ലീസ് ദയവ് ചെയ്ത് വരണ്ടേ? ഇൻവിറ്റേഷൻ അല്ലേ തന്നത് തന്നെ ധാരാളം. അത് മാത്രമല്ല, മമ്മൂക്കയുടെ പല പടങ്ങൾക്കും സാറ് ഡബ് ചെയ്തിട്ടുണ്ട്. അത് ശരിയാണ്, അങ്ങനെ ഒരു കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. അതെ, അത് ശ്രീനേട്ടാ മമ്മൂക്കയ്ക്ക് വേണ്ടി ഡബ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് കേട്ടിട്ടുണ്ടല്ലോ. ഒരു മാടപ്രാവിന്റെ കഥ ആലപ്പുഴ അഷ്റഫിന്റെ സംവിധാനത്തിൽ ഇറങ്ങിയ പടമായിരുന്നത്. ആ പടത്തിൽ ഞാൻ ഡബ് ചെയ്ത്. അത് കഴിഞ്ഞിട്ട് മമ്മൂട്ടി മദ്രാസിലും, ഞാനത് മദ്രാസിലുണ്ട്. മദ്രാസിൽ വന്നപ്പോ എന്നോട് പറഞ്ഞു, നീ പടം ഡബ് ചെയ്തല്ലേ, അത് വലിയൊരു ചതിയായിരുന്നു, എനിക്ക് കുറെ കാശ് കിട്ടാനുണ്ട്, തരാതിരിക്കാൻ വേണ്ടി അതിനെ കൊണ്ട് അപേപിച്ച്. എന്തിനാ ഡബ് ചെയ്യാൻ പോയത്? എനിക്ക് കുറച്ച് കാശ് കിട്ടാനുള്ള ഒരു മാടപ്രാവിന്റെ കഥ അല്ലേ? ആലപ്പുഴ. പിന്നെ മഴ പെയ്യുന്നു മദ്ദളം കുട്ടുന്നു, അതില് ക്യാമിയോ ആണ് മമ്മൂക്ക, അതിനും സാറാണ് ശബ്ദം കൊടുത്തത്. ആണതെ, അതെ. പിന്നെ വേറൊരാൾ കൊടുത്തിട്ടുണ്ട്, ത്യാഗരാജന്. ത്യാഗരാജന് കൊടുത്തിട്ടുണ്ട് ഒരു കഥ. ഒരു മുത്തച്ഛി കഥ. വില്ലൻ ത്യാഗരാജന് സൗണ്ട് കൊടുത്ത ചേട്ടനാണ്. പിന്നെ ടി എസ് മോഹൻ സംവിധായകനുണ്ട്. അദ്ദേഹത്തിന്റെ പടം വിധിച്ചതും കൊതിച്ചതും. ഞാൻ കൊതിച്ചത് എനിക്ക് കിട്ടിയില്ല. ചേട്ടൻ എന്തായിരുന്നു കൊതിച്ചത്? 5000 രൂപ. 5000 രൂപ അത് കിട്ടിയില്ല. എന്നിട്ട് എത്ര രൂപ കിട്ടിയെന്ന്? 500 രൂപ കിട്ടി. അതാണ് വിധിച്ചതും കൊതിച്ചതും. അദ്ദേഹം സംവിധാനം ചെയ്ത വേറൊരു പടമാണ് ബെൽറ്റ് മത്തായി. എന്റെ ഒരു സുഹൃത്ത് കോഴിക്കോട്ടുകാരന് ശിവേട്ടൻ എന്നൊരാളുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞതാണ്, ടി എസ് മോഹനും അദ്ദേഹം സുഹൃത്തുക്കളും ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വന്നപ്പോ ആ സുഹൃത്തുക്കളോട് ടി എസ് മോഹൻ സംസാരിക്കുന്നു. ഇത് കേട്ടതാണ്, ആശകണ്ഠം കേട്ടതാണ്. ടി എസ് മോഹൻ സുഹൃത്തുക്കളോട് പറയാൻ, നിർത്തി മക്കളെ, ഞാൻ നിർത്തി, ഈ ആർട്ടുപടം എടുക്കുന്ന പരിപാടി ഞാൻ നിർത്തി. ബെൽറ്റ് മത്തായി ആർട്ടുപടം.
അതെ. ഇനി സത്യം പറയട്ടെ, ഞാൻ ഈ പറഞ്ഞ സംവിധായകൻ എന്റെ നാട്ടുകാരനാണ്. മിണ്ടാതിരുന്ന്. പറവൂർക്കാരൻ. ഇപ്പൊ ആട്ടുപടുന്ന ഇല്ല, അതിനെ അല്ല, ചുവട് പുള്ളി മരിച്ചുപോയി. ശ്രീനേട്ട അതിനെ ചുവട് പിടിച്ചിട്ടാണ് സലീമേട്ടനും അത് എടുത്തത്. ഒരു ആട്ടുപടം.